ഉൽപ്പത്തി 23. സാറായിക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറായുടെ ആയുഷ്കാലം. സാറ കാനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിരിയാത്ത അർബയിൽ വെച്ച് മരിച്ചു. അബ്രഹാം സാറായെക്കുറിച്ച് വിലപിച്ചു കരയാൻ വന്നു. പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ശ്മശാനഭൂമി അവകാശമായി തരുവിനെന്ന് പറഞ്ഞു. ഹിത്യർ അബ്രഹാമിനോട്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാകുന്നു. ഞങ്ങളുടെ ശ്മശാന സ്ഥലത്ത് വെച്ച് വിശേഷമായതിനാൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്യരെ നമസ്കരിച്ച് അവരോട് സംസാരിച്ചു. എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപേക്ഷ കേട്ട് എനിക്ക് സോഹരിൻ്റെ മകനായ എഫ്രോനോട് അവൻ തൻ്റെ നിലത്തിൻ്റെ അറുതിയിൽ നിന്നുള്ള മക്ബേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ശ്മശാന അവകാശമായിട്ട് ഞാൻ അതിനെ പിടിപ്പത് വിലക്കി തരണം എന്ന് പറഞ്ഞു. എന്നാൽ എഫ്രോൻ ഹിത്യരുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു. ഹിത്യനായ എഫ്രോൻ തൻ്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട്, അങ്ങനെയല്ല യജമാനനെ, കേൾക്കണമേ. നിലം ഞാൻ നിനക്ക് തരുന്നു, അതിലെ ഗുഹയെ നിനക്ക് തരുന്നു, എൻ്റെ സ്വജനം കാണിക്കേ തരുന്നു, മരിച്ചകളെ അടക്കം ചെയ്തുകൊണ്ടാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു. ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട്, ദയ ചെയ്ത് കേൾക്കണം. നിലത്തിൻ്റെ വില ഞാൻ നിനക്ക് തരുന്നു, എന്നോട് വാങ്ങണം. എന്നാൽ ഞാൻ മരിച്ചവളെ അടക്കം ചെയ്യുകയും എന്ന് പറഞ്ഞു. എഫ്രോൻ അബ്രഹാമിനോട്, യജമാനനെ കേട്ടാലും 400 ശേക്കൽ വെള്ളിയുള്ള ഒരു ഭൂമി എനിക്ക് നിനക്കും എന്തുള്ളൂ? മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. അബ്രഹാം എഫ്രോന്റെ വാക്ക് സമ്മതിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളി ശേക്കൽ 400 അവന് തൂക്കിക്കൊടുത്തു. ഇങ്ങനെ മമ്രയ്ക്കെതിരെ എഫ്രോനുള്ള മക്മേല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അതിർക്കത്തുള്ള സകല വൃക്ഷങ്ങളും അതിന്റെ നഗരനിവാസികളായ ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചുകിട്ടി. അതിന്റെ ശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ കാനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രയ്ക്കരികെയുള്ള മക്മേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാനാവകാശമായി ഉറച്ചുകൊടുത്തു.